19-ാം അധ്യായം 29-ാം വാക്യം മുതൽ ഉള്ള ദൈവവചനം. അവൻ ഒലുമലയരികെ ബേത്ഫാഗയ്ക്കും ബേഥാനിയയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാർ 2 പേരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അത് കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവീൻ. അതിനെ അഴിക്കുന്നതെന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിനെതിരെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിനുടവൻ കഴുതക്കുട്ടി അഴിക്കുന്നതെന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിനെതിരെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു. അതിന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേൽ ഇട്ടു. യേശുവിനെ കയറ്റി. അവർ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവരൊരുവരും മലയരികെ ഇറക്കത്തിന് എടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീരപ്രവൃത്തികളെ കുറിച്ച് സന്തോഷിച്ചു. അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗ്ഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാർ വിലക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ട സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. സുവിശേഷം